ഇറാൻ അമേരിക്ക തമ്മിലുള്ള യുദ്ധത്തിന് ഏറ്റവും വലിയ കാരണക്കാരൻ ഇസ്രയേലാണ് എന്ന് പലവട്ടവും അമേരിക്കൻ ജനത പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ലോകത്തിന് മൊത്തത്തിൽ അറിയാം, ഒരു ഇരട്ടത്താപ്പ് നടത്തി അവിടെ അങ്ങോട്ടേക്കൊരു ആക്രമണം തൊടുത്തുവിട്ടതാണ് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ സ്ഥിതി അതീവ ഗുരുതരമാകുന്നത് പോലെ തന്നെ ഇസ്രയേലും വളരെ പ്രതിസന്ധിയിലാണ്, ഭീതിയിലാണ്. നമ്മൾ കഴിഞ്ഞൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു, ഇസ്രയേലിന് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ഇറാഖിലെ മണ്ണ് അവർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മരുഭൂമിയിലെ ആ മണലുകൾക്കിടയിലാണ് ഇപ്പോൾ ഒരു സുരക്ഷാ താവളം അവർ ഒരുക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇപ്പോൾ ഈ ഇസ്രയേൽ പേടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇസ്രയേൽ ഒരു കാര്യം തീരുമാനിച്ചു, ഇറാഖുമായിട്ട് ഇറാൻ വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നുമില്ല, കാരണം അവർക്ക് ഇടയിലൊരു യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ സുരക്ഷിതം ഉറപ്പിച്ച് അവിടെ പോയി താമസിക്കാമെന്ന് ആര് കരുതി? ഇസ്രയേൽ കരുതി. പക്ഷെ ഇസ്രയേലിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ അല്ല, പകരം ഹിസ്ബുള്ളയുടെ ഒരു ആക്രമണം വന്നത്. നമുക്കറിയാം, ഇറാന്റെ ഒപ്പം നിൽക്കുന്ന സായുധ സംഘടനകൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇറാനൊപ്പം നിൽക്കുന്ന ഇറാന്റെ സഖ്യകക്ഷികൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹൂത്തികളൊക്കെ, ഇവർ ഏറ്റവും കൂടുതൽ ഇറാനൊപ്പമാണ്. ഏതെങ്കിലും ആക്രമണം നടത്തി കഴിഞ്ഞാൽ അവരും കടലിൽ ഈ ഇറാനൊപ്പം നിന്നുകൊണ്ട് ഇറാനെ വേട്ടയാടുന്ന കപ്പലുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള പല രാജ്യങ്ങളെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലിനും നല്ല പണി കൊടുക്കും. അത്തരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഓടി ഒളിക്കാൻ ശ്രമിച്ച ഇസ്രയേലിനെ പിടിച്ചിട്ട് വളഞ്ഞ് നിലം പരിശാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഇരട്ട പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാഖിലെ താവളം വെളിപ്പെട്ടു, പിന്നാലെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ്. അതായത് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്, പിന്നെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്തും നിൽക്കുന്ന ഇസ്രയേലിന് ഈ ഒരു പണി വലിയ രീതിയിൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രയേലിന്റെ ആകാശം ഇനി സുരക്ഷിതമാണോ എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്ക ഏകദേശം തീരുമാനമായി. അമേരിക്ക ഒരു സുരക്ഷതയില്ല എന്ന്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. കാരണം അമേരിക്കയുടെ കാര്യത്തിൽ ഇന്ന് ലോക രാജ്യങ്ങൾ അവരെ വിലയിരുത്തുന്നത്, നോക്കിക്കാണുന്നതും ഏറ്റവും തകർന്നടിഞ്ഞ ഒരു അമേരിക്കയായിട്ടാണ്. എന്തായാലും ഇനി ഇസ്രയേലിന്റെ അവസ്ഥ ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. അമേരിക്കയും ഇസ്രയേലും കൂടി ചേർന്നുകൊണ്ടായിരുന്നു ആക്രമണങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ രണ്ടു കൂട്ടർക്കും വലിയ പണിയാണ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒക്കെ ലഭിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേലിന്റെ സുരക്ഷിതത്വം വളരെ അകലെയാണ്. ലോകത്തെ ഏത് മിസൈൽ ആക്രമണത്തെയും തകർത്തെറിയുമെന്ന് അവകാശപ്പെട്ടിരുന്ന അയൺ ഡോം എന്ന പ്രതിരോധ വിസ്മയത്തിന് മുകളിൽ ഹിസ്ബുള്ളയുടെ ചാരക്കണ്ണുകൾ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് ഇന്ന് മുഴങ്ങുന്നത് യുദ്ധവിമാനങ്ങളുടെ ഗർജനമല്ല, മറിച്ച് മരണത്തിന്റെ സന്ദേശവുമായിട്ട് എത്തുന്ന കോസ്റ്റ് ഡ്രോണുകളുടെ നിശബ്ദമായിട്ടുള്ള ചിറകടിയാണ്. ആധുനിക റഡാറുകളെയും സാങ്കേതിക വിദ്യകളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇസ്രയേലിന്റെ അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ വന്നിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ വർഷങ്ങളായിട്ട് ഇസ്രയേൽ കെട്ടിപ്പടുത്ത ഒരു സുരക്ഷയാണ് ഇപ്പോൾ നിലം പരിശായിരിക്കുന്നത്. അവിടെയാണ് ഹിസ്ബുള്ളയുടെ വലിയൊരു ആക്രമണം നടന്നിരിക്കുന്നത്. എന്തായാലും യുദ്ധക്കൊതിയനാണല്ലോ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് യുദ്ധം ചെയ്തേ പറ്റൂ. ലെബനാനിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ വെറുതെ അവിടുത്തെ ആളുകളെ കൊല്ലുന്ന രീതിയിലേക്കാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കങ്ങൾ നടക്കുന്നത്. കാരണം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് വെടിനിർത്തൽ നിന്ന് സാധാരണഗതിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ജയിലിലാകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ്. അതായത് യുദ്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോകാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് യുദ്ധം ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യവുമില്ലാതെ വെറുതെ വെടിനിർത്തൽ ലംഘനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആക്രമണം നടത്തുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ 8ന്റെ പണിയാണ്. അതായത് ഇസ്രയേലിന് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ സുരക്ഷിതത്വം ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കയ്യിലാണ്. അത് മാത്രമല്ല, ഇറാനും അതിനെ നോക്കിക്കാണുന്നുണ്ട്. ഇറാൻ അതിനെ നോട്ടം വെച്ചിരിക്കുകയാണ്. ഇറാഖിലെ ആ മണൽപ്പെരുപ്പിൽ ഇവർ ഒരു സുരക്ഷാ താവളം ഒരുക്കിയിരിക്കുന്നത് ഇറാന് മനസ്സിലായിട്ടുണ്ട്. ഈ അമേരിക്കയുടെ എയർബേസുകളിലേക്ക് ആക്രമിച്ചതുപോലെ തന്നെ നേരിട്ടൊരു ആക്രമണമല്ലാതെ ഇറാഖിലെ ഈ സുരക്ഷിത താവളങ്ങളിലേക്ക് ഇറാൻ ഏത് നിമിഷവും ഒരു ആക്രമണം നടത്താം. അത്തരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശത്രുവിന് കാണാൻ പോലും ആകാത്ത ഈ ഒരു അദൃശ്യ പോരാളികൾ ഇസ്രയേലിന്റെ പ്രതിരോധ കോട്ടകളെ തകർക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പലരും അതിനെ ഉറ്റുനോക്കുന്നത്. സ്ഫോടകാത്മകമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രയേൽ ഇന്ന് ആകെ മൊത്തത്തിൽ ഭീതിയിലാണ്.
എന്തായാലും ഹിസ്ബുള്ള പുറത്തുവിട്ടതായിട്ട് അവകാശപ്പെടുന്ന പുതിയ ദൃശ്യങ്ങളിലാണ് ഈ ആശങ്കയുടെ തുടക്കം. ഇസ്രയേലി സൈനിക താവളങ്ങൾ, നിരീക്ഷണ കേന്ദ്രങ്ങൾ, അയൺ ഡോം, ബാറ്ററികൾ എന്നിവ തുടങ്ങിയ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗികമായിട്ട് ഈ ദൃശ്യങ്ങളുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അവ പകർത്തിയിരിക്കുന്ന കോണുകളും ആഴവും ഇസ്രയേൽ സുരക്ഷാ ഏജൻസികളെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. കാരണം സാധാരണ നിരീക്ഷണ ഡ്രോണുകൾക്ക് പോലും സമീപിക്കാനാകാത്ത അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഈ ആളില്ലാത്ത സംവിധാനങ്ങൾ പ്രവേശിച്ചു എന്നാണ് സൂചന. ഞാൻ ഇനി മറ്റൊരു കാര്യം പറയാം. അതായത് ഇറാഖിലേക്ക് ഒരു സുരക്ഷാ താവളം ഒരുക്കുകയാണ് ഇസ്രയേൽ ഒരുക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നടത്തുകയാണ്. അതായത് സൈനിക താവളം, സുരക്ഷാ താവളം, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ അതിന്റെ നീക്കുപോക്കുകൾ നടക്കുമ്പോൾ ഇറാഖ് എന്ത് ചെയ്ത് അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ അവരുടെ ഒരു ഹെലികോപ്റ്ററിൽ അവിടുത്തെ കുറച്ച് സൈനികരെ വിടുന്നു. പക്ഷേ അതിനകത്ത് ഇറാഖ് ആ ഒരു തീരുമാനം നടത്തിയത് ഇസ്രയേലിന് ഇഷ്ടപ്പെട്ടില്ല. ഇസ്രയേൽ എന്ത് ചെയ്ത് അവരെ ആക്രമിച്ചു. അതിനകത്ത് ഒരു സൈനികൻ കൊല്ലപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു രാജ്യത്ത് പോയി അവരുടെ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അവര് സുരക്ഷാ താവളം ഒരുക്കുന്നു. പിന്നീട് അവരുടെ ആ സ്വന്തം രാജ്യത്തുള്ള ആളുകൾ എന്താണെന്ന് അറിയാൻ വരുമ്പോൾ അവരെ കൊല്ലുന്ന നടപടിയാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുകയാണ്. ഈ നിലനിൽക്കുന്ന കാര്യത്തിനിടയിലേക്കാണ്, അതായത് അവിടുത്തെ ഇറാഖിലെ സൈന്യത്തിന് പോലും ഇസ്രയേൽ ഈ ഒരു താവളം ഒരുക്കിയതിന്റെ കാര്യങ്ങളോ അതിന്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നിരീക്ഷിക്കാൻ കഴിയില്ല. അവരെ പോലും കൊല്ലുന്ന രീതിയിലുള്ള നിലപാടെടുത്ത അതിശക്തമായിട്ട് നിന്ന രാജ്യത്തിന്റെ സുരക്ഷാ താവളത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളമാണ് ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ അവിടെ നടന്നിരിക്കുന്നത് എന്ന്. ഇനി ഡ്രോൺ കണ്ടെത്തൽ സെൻസറുകൾ, അതിവേഗ ടാർഗറ്റിംഗ് സംവിധാനങ്ങൾ, ചെറിയ ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഗ്രൗണ്ട് സർവെയിലൻസ് റഡാറുകൾ എന്നിവ ഇപ്പോൾ തെക്കൻ ലെബനൻ അതിർത്തിയിൽ വിന്യസിക്കപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ഡ്രോൺ ഭീഷണി ഇനി വെറും നിരീക്ഷണ പ്രശ്നമല്ല, നേരിട്ടുള്ള ആക്രമണ യുദ്ധത്തിന്റെ കേന്ദ്ര ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വലിയ മാറ്റവും ലോകം ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദമായിട്ട് ഇറാൻ അവരുടെ ആളില്ല യുദ്ധ സാങ്കേതിക വിദ്യയിൽ വൻ നിക്ഷേപണങ്ങളാണ് നടത്തിയത്. ഇനി ഷഹദ് സീരീസ് ഡ്രോണുകൾ ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ നേടിയിരുന്നു. അതേസമയം ഇറാൻ വിദേശ വക്താവ് ഇസ്മയിൽ ബഖേയ് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലെ ചില കാര്യങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യുകയാണ്. അതായത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്ന അമേരിക്കൻ അവകാശവാദങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് ഇസ്മായിൽ ബഖേയ് ഇറാനിൽ ഇനിയും വെളിപ്പെടുത്താത്ത നിരവധി സൈനിക അത്ഭുതങ്ങൾ ബാക്കിയുണ്ട് എന്നും അത് ഏത് തരത്തിലുള്ള ആക്രമണത്തെ നേരിടാൻ രാജ്യം സുസജ്ജമാണെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇറാനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ തുറന്നു സമ്മതിക്കുകയാണ്. കാരണം ഇറാന്റെ ചിലപ്പോൾ അവിടുത്തെ ആളുകൾ മരിച്ചേക്കാം, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം, പക്ഷെ ഒരു കാരണവശാലും ആ രാജ്യം പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഈ യുദ്ധം എത്ര മുന്നോട്ട് പോയാലും ഞങ്ങൾ എല്ലാ തരത്തിലുള്ള രീതിയിലും സജ്ജമാണെന്ന് ഇറാൻ അറിയിക്കുകയാണ്. എന്തായാലും ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടേത് ഇരട്ടത്താപ്പാണെന്ന് ബഖേയ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. 2015 കരാർ വ്യവസ്ഥകൾ പാലിച്ച് സമാധാനപരമായിട്ടുള്ള ആണവ ഗവേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയ ഇറാനെ ഉപരോധങ്ങൾ വഴി വരിഞ്ഞു മുറുക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. എന്തായാലും മേഖലയിലെ ഏക ആണവ ശക്തിയായിട്ടുള്ള ഇസ്രയേലിന്റെ ആയുധ ശേഖരത്തെ കുറിച്ച് ലോകശക്തികൾ മൗനം പാലിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന ഇറാനെ മാത്രം ലക്ഷ്യമിടുന്നത് നീതിയല്ല എന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. ശരിയാണ്, ആ കാര്യം എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ രാജ്യത്തെയും അല്ലെങ്കിൽ ആ ജനതയും സംരക്ഷിക്കണമെങ്കിൽ ഇക്കാര്യം അമേരിക്കയുടെ കയ്യിൽ വേണം. എന്തുകൊണ്ട് അത് ഇറാന്റെ കയ്യിലിരുന്നാൽ പ്രശ്നം? കാരണം ഇറാന്റെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഭീഷണിയാകും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാകും എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ പോകാത്തത്. എന്തായാലും ചർച്ചകൾ എന്ന പേരിൽ ഇറാനെ പൂർണ്ണമായിട്ട് കീഴടക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നും അത് ഒരിക്കലും അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള എണ്ണ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് ഉത്തരവാദി അമേരിക്കയും ഇസ്രയേലുമാണെന്ന് അഭിമുഖത്തിൽ അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. എന്തായാലും പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ചെയ്തതിനാലാണ് സുരക്ഷാ നടപടികൾ ഘടിപ്പിക്കേണ്ടി വന്നത്. നിലവിലെ ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെയായിട്ട് ഇസ്രയേൽ കൈകൊള്ളുന്ന പല ബുദ്ധിപരമായിട്ടുള്ള സൈനിക നീക്കങ്ങളും പാളിപ്പോവുകയാണോ എന്ന സംശയമാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാഖിലെ ഇസ്രയേൽ
താവളം കണ്ടെത്തിയ സംഭവം എന്ന് പറയുന്നത് തങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള ഇറാന്റെ മൂക്കിന് താഴെ ഇസ്രയേൽ പണിത ആ ഒരു സുരക്ഷാ താവളം പോലും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങളും പുറത്തു വന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ലോകത്തെ വിറപ്പിച്ചിരുന്ന ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുന്ന പോരാട്ടമാണോ ഇതെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. അതോ ഇനി ഈ ഒരു തിരിച്ചടികളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ അവർ തിരിച്ചു വരുമോ എന്നുള്ളതും കൂടി വളരെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുക തന്നെയാണ് അവരുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പാളിപ്പോകും എന്നുള്ളത് ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സുരക്ഷാ താവളം ഒരിക്കൽ അങ്ങോട്ടേക്ക് അവർ ഓടി ഒളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പരാജയം അവിടെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇറാൻ ഫലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടെന്ന വാദങ്ങളെ തള്ളി കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം US-ൽ നടക്കുന്നുണ്ട്. മാത്രമല്ല ലോക രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പോലും സൗദി അറേബ്യ പറഞ്ഞിരുന്നു ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിന് പിന്നിൽ ആ ഒരു ചതിക്ക് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ രാജ്യങ്ങളും ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അല്ലെങ്കിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച അവിടെയും നടക്കുന്നുണ്ട്. കാരണം രാജ്യങ്ങളെല്ലാം രംഗത്തെത്തുമ്പോൾ അവിടെ ഇസ്രയേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇസ്രയേലിനാണ് ഏറ്റവും കൂടുതൽ താക്കീത് ലഭിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിൽ ഇസ്രയേലിലേക്ക് ഒരു സുരക്ഷാ താവളം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഈ ഒരു കാര്യം ഇസ്രയേൽ തീർത്തും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ സുരക്ഷാ താവളത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളമാണ് അവരെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയെ അത് ബാധിച്ചിരിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അമേരിക്കയെ പോലെ തന്നെ ഒന്നുമല്ലാതായി പോകുന്ന ഇസ്രയേലിനെയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കാണാൻ സാധിക്കുന്നത്.